കുറച്ച് നാളുകൾക്ക് മുൻപ് എനിക്ക് BP കൂടി. പെട്ടെന്ന് വല്ലാതെ ഞാൻ വിയർത്തു. എൻ്റെ ഫ്രണ്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു BP വല്ലാതെ കൂടിയെന്ന്. പക്ഷെ അതിൻ്റെ തലേദിവസമൊക്കെ ഞാൻ വളരെ സൗമ്യനായി സംസാരിക്കുന്ന ഞാൻ ചിലരോടൊക്കെ വളരെ റഫായിട്ട് സംസാരിച്ചിരുന്നു. പിന്നീടാണ് അവരത് പറയുന്നത്, മാഷക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങളൊക്കെ ചിന്തിച്ചു. മാഷ് വളരെ റഫായിട്ടൊക്കെ ഞങ്ങളോട് സംസാരിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, സോറി കേട്ടോ, BP കൂടി ഞാൻ അറിഞ്ഞില്ല, വല്ലാതെ വേർത്തപ്പം എന്നെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ സോറിയൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ അതിൽ സംഭവിച്ച മറ്റൊരു കാര്യം പറയാം. ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ലാത്ത ഒരു വ്യക്തിയോട് ഞാൻ ഈ BP കൂടിയത് അറിയാതെ ദേഷ്യപ്പെട്ടു പോയി. വളരെ റഫായിട്ട് ആ വ്യക്തിയോട് ഞാൻ സംസാരിച്ചു. പക്ഷേ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി, ആ വ്യക്തിയോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. ആ വ്യക്തി ഈ സംഭവം വോയിസ് റെക്കോർഡ് ചെയ്തു. വീഡിയോ റെക്കോർഡ് ചെയ്യായിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചേനെ. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ല. വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേർക്ക് അത് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ കാണുന്ന സൗമ്യനായി സംസാരിക്കുന്ന വ്യക്തിയല്ല ജോഷി, ഇതാണ് റിയൽ ജോഷി എന്നും പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു. അതിൻ്റെ പേരിൽ എനിക്ക് വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയെ നഷ്ടപ്പെടുകയും ചെയ്തു. ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ BP കൂടിയതാണ്, അന്ന് അങ്ങനെ റഫായി സംസാരിക്കാനൊക്കെ ഇടവന്നതിൻ്റെ കാരണം അതാന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് അങ്ങനെ അങ്ങ് അംഗീകരിച്ചില്ല. ഒരു വ്യക്തിബന്ധം എനിക്കതിലങ്ങ് നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറയുന്നത്, അറിയാതെ കൂടെ നിന്ന മറ്റൊരു വ്യക്തി അത് റെക്കോർഡ് ചെയ്ത് അയച്ചു. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ ഉള്ള ചില വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ മനസ്സിലാക്കിയ വ്യക്തികൾ പിന്നീട് നമ്മുടെ കൂടെ യാത്രകളിലോ അതല്ലെങ്കിൽ മീറ്റിങ്ങുകളിലൊക്കെ വരുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും ഇവർ തെളിവടക്കം ഒപ്പിയെടുക്കാം. അത് പിന്നീട് നമുക്കെതിരെ ആയുധമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും അലേർട്ടായിരിക്കുക. നമ്മളറിയാതെ കൂടെ നിൽക്കുന്ന ചില നിശബ്ദ ശത്രുക്കൾ നമുക്കുണ്ടാവാം. സൂക്ഷിക്കണം അവരെ. ബി കെയർഫുൾ, ബി ഹാപ്പി.